ഉചിതമാണമേ. ഞങ്ങളുടെ രാജ്യമാരണമേ. ഞങ്ങളുടെ മനസ്സുകളിലേക്ക് പിന്നിലാണമേ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വീണ്ടും ഉദരത്തിൻ ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹസ്രായികളുടെ പിതാവേ, ഞങ്ങളുടെ നാമം ഉചിതമാണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ മനസ്സുകളിലെ ഫലഭൂമിയിലാണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവേ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. വീണ്ടും ഉദരത്തിൻ ഫലമായി ഈശോ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സങ്കീർത്തനങ്ങൾ 91-ാം അധ്യായം. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തിന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടത പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് നിന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചോളും. സിംഹത്തിന്റെയും മണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സഹോദരി സഹോദരന്മാരെ, നമ്മെ സ്നേഹിക്കുകയും തന്നെ നമുക്ക് നൽകേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു
യേശുവിനെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് അവിടുത്തേക്ക് ഇന്നും എന്നേലും പുകഴ്ത്താൻ ആമേൻ. എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകാൻ വരുന്ന ക്രൈസ്തവ യുവതിയുവാക്കൾ അതിനായി പരസ്പര സമ്മതം നൽകുന്ന അവസരത്തിൽ പ്രത്യേകം ദൈവാനുഗ്രഹം അവർക്ക് ആവശ്യമാകുന്നു. നമ്മുടെ സഹോദരീ സഹോദരന്മാരായ ഇതിനും ഐശ്വര്യന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഇവർ പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വളരുന്നതിനും പ്രാർത്ഥനയിലും ഹൃദയ ഐക്യത്തിലും തങ്ങളെ തന്നെ വിവാഹത്തിനായി ഒരുക്കുന്നതിനും അങ്ങനെ പരിശുദ്ധിയോടും പക്വതയോടും കൂടെ വിവാഹദിനത്തെ സമൂഹത്തിനും ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അഹങ്കരിക്കുന്നില്ല, സ്നേഹം കണിശമായി പെരുമാറുന്നില്ല, സ്വാർത്ഥത വീക്ഷിക്കുന്നില്ല, മോഹിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം തോന്നുന്നു, സ്നേഹവും സകലത്തിൽ ശ്രമിക്കുന്നു, സകലത്തിൽ പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹമൊരിക്കലും അവസാനിക്കുന്നില്ല, പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം തിരോഗമിക്കും. നമ്മുടെ അറിവ് പ്രവചനങ്ങൾ അപൂർണമാണ്. പൂർണ്ണമായവ ഉദ്ഭവിക്കുമ്പോൾ അപൂർണമായ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിക്കും, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ എത്തിക്കാരനാക്കി. എന്നാൽ പ്രായത്തിൽ ശിശുവചനമായ ഞാൻ കൈവരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാൻ പൂർണ്ണമായി അറിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവ്വം. കർത്താവിന്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവർത്തികൾ കൃപാപൂർണവുമാണ്. ദൈവങ്ങളെല്ലാവർക്കും നല്ലവനാകുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥമാണ്. ദൈവം എല്ലാവർക്കും നല്ലവനാകുന്നു. ദൈവം എല്ലാവർക്കും നല്ല അവൻ കർത്താവാകുന്നവരെ പുരുഷനും സ്ത്രീയുമായി ഒത്തുകൊള്ളുന്നു. പിതാവിന്റെ മക്കൾ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേർന്നിരിക്കുന്നു. ഇവരുടെ ശരീരമായിരിക്കും എന്നും അവിടുന്ന് അത് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ വായിക്കുന്നത്. തന്നോടും തുണികളിലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കുന്നു. അവയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേണ്ടപ്പെട്ടാണ്. സമാധാനവും ഐശ്വര്യമുണ്ടാകുകയും നിങ്ങൾ ഇപ്പോൾ പഠിപ്പിക്കുന്ന ഈ സമ്മതം അതിൻ്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളുകൊണ്ട് നിങ്ങളുടെ കൂടുതൽ അത് നിലനിൽക്കട്ടെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് കൂട്ടുകാരിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം പുലർത്താനും ഒക്കെ പഠിക്കുന്നത് കുടുംബത്തിലാണ്. അപ്പം അതുകൊണ്ട് ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല, മറിച്ച് ഒരു ആത്മശോധനയുടെ ആവശ്യമുണ്ട്. മനസ്സിലേക്ക് കടന്നു നോക്കുക, ഞാൻ എന്താണ് എൻ്റെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കുടുംബജീവിതത്തെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. നിങ്ങളെ വളർത്തി ആവശ്യമായ വിദ്യാഭ്യാസമൊക്കെ നൽകി വളർത്തി വലുതാക്കി ഇപ്പോൾ പരസ്പരം നിങ്ങളെ ഇതിനെയും ഐശ്വര്യയും നിങ്ങളുടെ ജീവിതം തുടരാനായിട്ട് അവർ അയക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലൊപ്പം ഇതുവരെ നിങ്ങളോട് കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകില്ല എന്നല്ല അതിനർത്ഥം, മറിച്ച് ഇനി നിങ്ങളുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതും ജീവിതത്തെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും വിശുദ്ധിയിലേക്ക് എത്തിക്കുന്നതും നിങ്ങളുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതും
അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അങ്ങനെ ആ ഉത്തരവാദിത്വം നിങ്ങൾക്കായതുകൊണ്ട് ഒരു 3 കാര്യം ഞങ്ങളോട് പറയുന്നു. 3 ഇംഗ്ലീഷ് വാക്കുകളാണ്. ചിലരെങ്കിലും ഒക്കെ എന്നിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ടാകും. ആദ്യത്തെ വാക്ക് ഷെയർ എന്നാണ്. ഷെയർ, പങ്കുവയ്ക്കുക. നല്ല അവസരങ്ങൾ മാത്രമല്ല, നല്ല നിമിഷങ്ങൾ മാത്രമല്ല, ദുഃഖത്തിൻ്റെയും വേദനയുടെയും ആകാംക്ഷയുടെയും അഭിലാഷങ്ങളുടെയും ഒക്കെ അവസ്ഥകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. പറഞ്ഞ് പരിഹരിക്കാതെ മനസ്സിൽ ഞാൻ കുട്ടിവെപ്പിച്ചു അത് കത്തുന്നതിനേക്കാൾ കൂടുതൽ ഈ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പരസ്പരം നല്ല സദ്ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അതല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം കല്യാണമെന്നൊക്കെ പങ്കുവയ്ക്കേണ്ടത് അത് ചിലപ്പോൾ വിഷയങ്ങളായി ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഇതിനെക്കുറിച്ച് എൻ്റെ മനസ്സിലാക്കാൻ ചിന്തകൾ അതാണ് ശരി. രണ്ടാമത്തെ വാക്ക് നിങ്ങളോട് ചെയ്യേണ്ടതാണ് കെയർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷിക്കുക എന്നാണ്. പരസ്പരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കും. രണ്ട് വാക്കുകൾ പറഞ്ഞു ഷെയർ, ബി ഫെയർ. ബി ഫെയർ ഈ പൂർവ്വമായിട്ട് പ്രവർത്തിക്കുക, വിട്ടുകൊടുക്കുകയാണ്. നീതിപൂർവമായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് മനസ്സിലാക്കേണ്ടത് ഐശ്വര്യത്തിനും ഇതിനും അവകാശം ഇതെല്ലാം അംഗീകരിച്ചുകൊണ്ട് പരസ്പരമുള്ള അവസാനം ഒരു വാക്കുകൂടി ചേർത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. വിത്ത് യേശുവിനോട് കൂടെ അവിടുന്ന് നമ്മളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ്. അപ്പോൾ അവിടെ ആരും ചേർത്തിരിക്കുകയാണ്, നെച്ചോട് ചേർത്തിരിക്കുകയാണ്. അതാണ് നമ്മുടെ ധന്യീകരിക്കുന്നത്. നമ്മുടെ കുടുംബ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അറിഞ്ഞുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മാതാപിതാക്കന്മാരും നിങ്ങളുടെ ബന്ധുമിത്രാദികളുമൊക്കെ അഭിമാനം കൊള്ളുന്ന സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായി ജീവിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അവസരത്തിൽ ഞാൻ നടത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും എല്ലാ ദൈവാനുഗ്രഹവും ഹൃദയപൂർവ്വം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം നേരിച്ചു. പ്രാർത്ഥനയിൽ നിൽക്കുക. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന മറുപടി പറയും. ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ മക്കള് ലോകത്തിന് മുഴുവൻ അവിടുത്തെ സാക്ഷികളുമാകുവാൻ തക്കവിധം പിതാവായ ദൈവം നമ്മെ അത്യധികം സ്നേഹിച്ചു. അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് അവിടത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവെ, ക്രിസ്തുവിൽ സഹോദരീ സഹോദരന്മാരായ ഞങ്ങൾ പരസ്പര സ്നേഹത്തിലൂടെ അങ്ങയുടെ മക്കളെന്നറിയപ്പെടുവാൻ തക്കവിധം അന്യോന്യം സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹദാത, അങ്ങയുടെ സ്നേഹത്തിന് എന്നും പ്രത്യുത്തരം നൽകി ജീവിക്കുന്നതിൽ സർവദാ സന്തോഷം കണ്ടെത്തുവാൻ കുടുംബജീവിതത്തിൽ ഒരുങ്ങുന്ന ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നന്മ സ്വരൂപനായ ദൈവമേ, അങ്ങേ പരസ്പര സ്നേഹത്തിൽ സ്ത്രീയെയും പുരുഷനെയും സംയോജിപ്പിച്ചുവല്ലോ. ഈ സഹോദരങ്ങൾ കെട്ടിപ്പടുക്കുവാൻ പോകുന്ന കുടുംബത്തിൽ തങ്ങളുടെ സ്നേഹത്തിൻ്റെ മകുടമായ മക്കളോടൊത്ത് സദാ സന്തോഷിക്കുന്നതിനും അവർ അങ്ങയെ എന്നും സ്തുതിക്കുന്നതിനും ഇടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ തൻ്റെ പെസഹാരഹസ്യത്തിലൂടെ സഭയെ തൻ്റെ മണവാട്ടിയായി സ്നേഹിക്കുകയും അങ്ങേക്ക് സമർപ്പിച്ച സ്വരക്തത്തിലൂടെ വിശുദ്ധീകരിച്ച് നിർമ്മലയാക്കുകയും ചെയ്തുവല്ലോ. വിവാഹബന്ധ കൂടാശയിലൂടെ ഭാര്യാഭർത്താക്കന്മാരാകാൻ പോകുന്ന ഇവർ തങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ട സ്നേഹത്തിന് തങ്ങളുടെ മാതൃക സ്വീകരിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ സ്നേഹത്തിൽ നിന്ന് നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹനിധിയായ ദൈവമേ, മനസ്സിലും ഹൃദയത്തിലും ക്രിസ്തീയ കുടുംബം ഒന്നാക്കി തീർക്കുന്ന
സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ഇവരെ നിരന്തരം നിലനിർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. നിങ്ങളിപ്പോൾ കൈമാറുന്ന മോചനങ്ങൾ പവിത്രമായ സൂചിപ്പിക്കുന്ന പവിത്രമായ ആദരിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ആമേൻ. പരസ്പരം സ്നേഹിക്കുവാനും പ്രചോദനം നൽകിയതിനെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇവരുടെ ഹൃദയങ്ങളെ സ്നേഹത്തിൽ സ്ഥിരീകരിക്കുവാൻ കഴിയണമേ. അങ്ങനെ ഇവർ അന്യോന്യം വിശ്വസ്തത പാലിച്ച് എല്ലാ കാര്യങ്ങളിലും അങ്ങേ പ്രസാദിപ്പിക്കുവാനും യഥാസമയം വിവാഹമെന്ന കൂദാശയുടെ ആനന്ദത്തിൽ വന്നണയുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമർത്ഥമായ സാന്നിധ്യം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I see a smile in the sunrise. Look at the stars, but I only see your eyes. The brightest red in the sunset. Those summer nights with you lying there on your bed. Everywhere I go, wherever I stay, I'm always reminded of you every day. No matter the distance, it won't ever change that you're my everything, everywhere, always. Love till it hurts, till my heart aches. The light in my world on my dark days. For always you'll be mine. Everything, everywhere, always. My cup of coffee in the morning, the break of dawn, right after the storm lifts. And even if I know you're miles away, close my eyes and pray that I'll dream of you. Everywhere I go, wherever I stay, I'm always reminded of you every day. No matter the distance, it won't ever change that you're my everything, everywhere, always. Love till it hurts, till my heart aches. The light in my world on my dark days. For always you'll be mine. Everything, everywhere, always. Love till it hurts, till my heart aches. The light in my world on my dark days. അപ്പോൾ ഇവരുടെ ജീവിതം എപ്പോഴും സന്തോഷത്തോടെ ഇതുപോലെ തന്നെ മനോഹരമായിട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൂടിയിരിക്കുന്ന കുറേ പേർക്കൊക്കെ ജില്ലയും ഐശ്വര്യയും നന്നായിട്ട് അറിയായിരിക്കും. പക്ഷേ ഐശ്വര്യയും അറിയാൻ കഴിയാത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ജസ്റ്റ് ഇവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
നമ്മുടെ ഹാൻസം ജിബിൻ അലക്സാണ്ടർ. ജിബിൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലെ ഒരു ഹോസ്പിറ്റലിലെ മെക്കാനിക്കൽ ടെക്നീഷ്യനായിട്ടാണ്. അതുപോലെ നമ്മുടെ ബ്രൈഡ് ഐശ്വര്യ എഡ്വേർഡ്, ഐശ്വര്യ വെബ് ഡെവലപ്പറായിട്ട് ആലപ്പുഴ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് രണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്നാൽ ഇവിടെ ഒരു ഭംഗിയും പോരുണ്ട്. ഇവരുടെ ഈ വേദിയെ കൂടുതൽ മനോഹരമാക്കുന്നത് ഇവരുടെ പാരൻസിന്റെ സാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും പാരൻസിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അൽഫോൺസ അലക്സാണ്ടർ, പിന്നെ ജിബിനൊരു ലവ്ലി സിസ്റ്റർ ഉണ്ട്, ജിപിയുടെ ലവ്ലി ഹസ്ബൻഡ് ബിപിൻ. പിന്നെ ഒരു രണ്ട് ക്യൂട്ടായിട്ടുള്ള രണ്ട് ചിൽഡ്രൻസ് ഉണ്ട്, സേവയും നോഹി. ഇനി നമുക്ക് വിളിക്കേണ്ടത് നമ്മുടെ ഐശ്വര്യയുടെ ഫാമിലിയാണ്. ഐശ്വര്യയുടെ ഫാമിലിയിൽ ഐശ്വര്യയുടെ ഫാദർ മിസ്റ്റർ എഡ്വേർഡ് ക്ലീറ്റസ്, മദർ മിനി എഡ്വേർഡ്, ഐശ്വര്യക്ക് ഒരു ഹാൻഡ്സം ബോയ് ഉണ്ട്, അക്ഷയ് എഡ്വേർഡ്. വേദിയിലേക്ക് വരിക. How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine. And when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me. ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന്റെ റൂൾസ് ഒക്കെ ഏകദേശം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും അതൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും തമ്മിൽ പരിചയപ്പെട്ടിട്ട് വളരെ ചുരുക്ക സമയമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി അഥവാ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇനി മനസ്സിലാക്കാനുള്ള സമയം കൂടെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റെഡിയല്ലേ? ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതിന് ഒരു റൂളുണ്ട്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇനി നോക്കാൻ പാടില്ല. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ രണ്ടുപേരുടെ ആൻസർ വളരെ പെട്ടെന്നായിരിക്കണം. ഓഡിയൻസിനെ കാണിക്കണം. ഇങ്ങനെ കാണിച്ച പോരാ, ഓഡിയൻസിനെ കാണിച്ചു കൊടുക്കണം എന്നാണ്. ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം,
നിങ്ങളിൽ രണ്ടുപേരിലും ഏറ്റവും ലവബിൾ ആയിട്ടുള്ളത് ആരാണ്? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. നിങ്ങൾ രണ്ടുപേരിലും ഏറ്റവും കൂടുതൽ മറുപടി ആർക്കാണ്? അപ്പോ ഐശ്വര്യക്കാണോ മറവി? അപ്പൊ ഐശ്വര്യക്ക് ഓർമ്മശക്തി ഉണ്ടെന്നാണ് ഇതർത്ഥം. അങ്ങനെയാണെങ്കിൽ ഐശ്വര്യക്ക് ഓർമ്മശക്തി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ജിതിന്റെ ഫോൺ നമ്പർ 9746962672. ഓക്കെ, അപ്പൊ ഫോൺ നമ്പർ എന്തായാലും ഐശ്വര്യ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം. നിങ്ങൾ രണ്ടുപേരും കൂടിയായിട്ടുള്ളതാരാണ് ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം? അക്കാര്യത്തിൽ ജിതിൻ മനസ്സിലാക്കി കാണല്ലേ? അപ്പോ ഫുഡ് കഴിക്കാൻ ഐശ്വര്യക്കാണ് താല്പര്യം. ഐശ്വര്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? ബിരിയാണി. രണ്ടുപേരും ഫുഡിന്റെ കാര്യത്തിൽ ഒരുപോലെ ബിരിയാണിയാണ് രണ്ടുപേരും ഇഷ്ടം. അപ്പോ ഇഷ്ടമുള്ള ഈ ഒരു ഫുഡ് ഹസ്ബൻഡിന് വെച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ ഐശ്വര്യക്ക് അറിയുമെന്ന് അറിയണ്ടേ? ഐശ്വര്യ പാചകത്തിലൊക്കെ എങ്ങനെയാണ്? വിദഗ്ധയാണോ ഐശ്വര്യനെ? പിന്നെ ജിതിന്റെ അമ്മശേരിയോട് ഇരിക്കോട്ടല്ലേ? പാചകമൊക്കെ അറിയാമോ? യൂട്യൂബിന്റെ സഹായമില്ലാതെ പാചകം ചെയ്യാൻ അറിയാമോ? ഓക്കെ, അപ്പൊ ബിരിയാണിയുടെ ഒരു റെസിപ്പി നമുക്ക് വേണ്ടി ഇപ്പൊ ഐശ്വര്യ പറഞ്ഞു തരും പെട്ടെന്ന്. സ്വിഗ്ഗിയുടെ ഉണ്ടാക്കുന്ന റെസിപ്പി പറയുന്നു. അപ്പൊ ജിതിന്റെ അമ്മച്ചി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം. നിങ്ങളിൽ രണ്ടുപേരും പൈസ ചെലവഴിക്കാനായിട്ട് ഏറ്റവും പിശുക്ക് കാണിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ഐശ്വര്യ പൈസ ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലസ് പോയിന്റ് ഫുഡ്. അപ്പോ ജിതിൻ ബ്യൂട്ടി കോൺഷ്യസ് കൂടെ ആണെന്ന് പറയാല്ലേ? ഐശ്വര്യാണോ ജിതിനാണോ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ്? രണ്ടുപേരിൽ ആരാണ് ബ്യൂട്ടി കോൺഷ്യസ്? ഐശ്വര്യാണല്ലേ? അടുത്ത ചോദ്യം. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയിരുന്നു? ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? ഐശ്വര്യാണ് കേട്ടോ റൊമാൻറ്റിക്. റൊമാൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് നോക്കിയ ഭയങ്കര നാണല്ലേ? റൊമാൻസ് ശരിക്കും കാണിക്കാനുള്ള കാര്യമാണോ? അല്ല അല്ലേ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് റൊമാൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇവർക്ക് നേരത്തെ തന്നെ റൊമാൻസ് പ്രകടിപ്പിക്കാനൊന്നും ഒരു അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഇവരുടെ റൊമാൻസ് പ്രകടിപ്പിക്കാനായിട്ട് ഒരവസരം കൊടുക്കാം അല്ലേ? അപ്പോൾ ജിതിന് ഐശ്വര്യ കുറെ നാൾ മുൻപ് കണ്ടിരുന്നെങ്കിൽ എങ്ങനെ പ്രപ്പോസ് ചെയ്യുമായിരുന്നു നമുക്ക് നോക്കാം. റോസാപ്പൂവിന്റെ പേര് മറുപടി കൊടുക്കുന്നില്ലേ? എന്തായാലും അതിനുള്ള ആൻസർ ഓൾറെഡി കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നതല്ലേ? ഓക്കെ, രണ്ടുപേരും വിവാഹത്തിനുള്ള പരസ്പര സമ്മതമൊക്കെ മുന്നിട്ടാണ് വന്നത്. പക്ഷെ നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. കൂടുതൽ ദേഷ്യമുള്ള വാർത്ത ഐശ്വര്യക്കാണ് ദേഷ്യം. അപ്പൊ ജിതിനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി
ഇപ്പൊ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ നിങ്ങളിൽ ആരാണ് മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി? രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിങ്ങൾ നന്നായി ചിരിക്കുന്നത് ആരാണ്? ചിരി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു കഴിവാണ്. അത് നന്നായിട്ട് പ്രകടിപ്പിക്കുന്ന ആൾ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടുപേരും പരസ്പരം ചിരി ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആരാണ്? ഒബ്ജക്റ്റിലും ഇവിടെ കള്ളത്തിലൊന്നും കാണിക്കാൻ പാടില്ല കേട്ടോ. ജിതിന് ഇപ്പോഴേ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. ഓക്കെ, മാധവിക്കുട്ടിയുടെ ഒരു കോട്ടുണ്ട്. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ വേണം. നമുക്ക് സ്നേഹമുള്ളത് അത് പ്രകടിപ്പിക്കാനാണ്. അത് പ്രകടിപ്പിക്കാൻ കഴിയാതെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് സ്നേഹമാണെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അപ്പൊ എന്തായാലും ഐശ്വര്യ അക്കാര്യത്തിൽ കൂട്ടാണ് കേട്ടോ. അപ്പൊ ജിതിൻ ഇനി സ്നേഹമൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട, പ്രകടിപ്പിച്ചു. നെക്സ്റ്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫണ്ണി ആരാണ്? നോക്കട്ടെ, കാണിച്ചോ? ഓക്കെ, അടുത്ത ചോദ്യം, നിങ്ങളിൽ രണ്ടുപേരിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആരാണ്? അക്കാര്യത്തിന് രണ്ടുപേരും ഓപ്പോസിറ്റ് ഇഷ്ടങ്ങളുള്ളവരാണ്. അപ്പോ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ശരി. എവിടെ യാത്ര പോകാനാണ് ഇഷ്ടം? ഫേവറേറ്റ് പ്ലേസ്? ഓക്കെ, സൂപ്പർ സ്ഥലമാണ്, ഞാൻ പോയിട്ടുണ്ട്. ഓക്കെ, ജിതിന് എവിടെയാണ് യാത്ര പോകാൻ ഇഷ്ടം? ജിതിന് വീട്ടിൽ പോകാൻ ഇഷ്ടം? കുറഞ്ഞ കുട്ടികളല്ല, UK പോകാൻ ഇഷ്ടം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ജിതിനും ഐശ്വര്യയും അല്ല രണ്ടുപേർക്കും സ്പോർട്സ് കൂടുതൽ താല്പര്യം ആർക്കാണ്? ഓക്കെ, അക്കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ഒരു ചോദ്യം, വായനാശീലം അത് കൂടുതൽ നിങ്ങളുടെ ആർക്കാണ്? ഐശ്വര്യക്കില്ലാതെ പറഞ്ഞു കഴിഞ്ഞു. ജിതിന് വായിക്കുന്ന ശീലമുണ്ടോ? കുറവാണ്. അപ്പൊ എന്തായാലും ഇനി കുറച്ച് സമയം കിട്ടുമ്പോൾ വായിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അടുത്ത ഒരു ചോദ്യം കൂടിയാണ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡിയല്ലേ? അടുത്ത ചോദ്യം ചോദിച്ചു. ഓക്കെ, നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല വിഷയങ്ങളോടും ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ ചില വിഷയങ്ങളോടൊക്കെ പേടിയുമുണ്ട്. അപ്പോ ഐശ്വര്യക്ക് ജിതിന് രണ്ടുപേർക്കും ഭയമുള്ള ഒരു സബ്ജക്ട് ഏതാണ്? മാത്സ്. ഐശ്വര്യയുടെ ചോദ്യം ചോദിക്കണം. മാത്സിനെ രണ്ടുപേർക്കും പേടിയാണ്. അപ്പൊ ജീവിതത്തിലെ കണക്കുകൂട്ടലുകളൊക്കെ ഇപ്പോഴേ തെറ്റിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ജസ്റ്റ് ഒരു ഗെയിം മാത്രമാണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റാൻഡമായിട്ട് ചോദിച്ചു. അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഇവര് രണ്ടുപേരും ഒരുപോലെ ഉത്തരം പറഞ്ഞു, ചിലരൊക്കെ തെറ്റിപ്പോയി. അതിലൊന്നും കുഴപ്പമില്ല, കാരണം ഇത് ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഗെയിം അറേഞ്ച് ചെയ്തത് മാത്രമാണ്. അപ്പൊ എന്തായാലും താങ്ക് യു ഐശ്വര്യ ആൻഡ് ജിതിൻ. दिल ये बेचैन में रस्ते पे
ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ണെ കൊതി തൊഴാതെ മധുവിതുരാവിനെല്ലാം പണ്ട് പതിവാണല്ലോ കണ്ണിണകൾ കടുകുവരുക്കണ് സുഖമാണല്ലോ കവിളിണകൾ ചോന്നു തുടിക്കണ് പതിവാണല്ലോ സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ വരുമോ ചിരിമണിമുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരിമുല്ലേ ചെല്ല നിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ണെ കൊതി തൊഴാതെ മധുവിതുരാവിനെല്ലാം പണ്ട് പതിവാണല്ലോ ആപ്പിൾ പെണ്ണാണോ അമ്പിളി പൊന്നാണോ അലകടലായി മുത്തേനി നടമാടടി വീണമീട്ടിടാം ഞാൻ ഒന്ന് പാടാമോടി ഹോയ് ഹോയ് ഓമൽ പക്ഷിനി വെൺമണി ചിറകിലക്കി ഇനിയെന്നും ഇവനോട് താടാമോടി മഞ്ഞു മാസത്തേരിൽ ഒന്ന് ചുറ്റാൻ പാടി ഹോയ് 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 I wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാൽ ഒരു പൊൻവല നെയ്യും തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ रंग सारी गुलाबी चुनरिया रे रंग सारी गुलाबी चुनरिया रे मोह मारे नजरिया सावरिया रे मोह मारे नजरिया सावरिया रे
വിക്കിത് മാല ടം ടം മഞ്ചര ടം ടം മാത്ത് അടിക്കും മംഗള ടം ടം ഓല ടം ടം മോദപ്പി ടം ടം ഓങ്കി പട്ടിക്കും മുത്തിക ടം ടം മാല ടം ടം മഞ്ചര ടം ടം മാത്ത് അടിക്കും മംഗള ടം ടം ഓല ടം ടം മോദപ്പി ടം ടം ഓങ്കി പട്ടിക്കും മുത്തിക ടം ടം പിറന്നേ കൊടി പറന്നേ മാരിയപ്പ തെര ഇഴുക്ക് എന്നാച്ചുമുത്ത് മത്തളം കൊട്ടേ സട്ടക്ക് 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 ഹേ തകില് പുകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട കേറി വാ അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേള മംഗളം അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴിയിൽ താളമേള മംഗളം തങ്കമാന സംഘകാല തമിഴ് പാടി തേരിലേറി താളം തുള്ളാൻ അടി അമ്മാടിയേ അടിയെ പോവുമേ ഹര ഹരോ ഹരാ വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ വാവാച്ചുന്തരിയേ മുത്താമുന്തിരിയേ തകില് പൊകില് കുരവ കുഴല് തന്തനത്തനം പാടി വാ സട്ടക്ക് പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് പാണ്ടിയ പട കേറി വാ जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग जग की कोई रीत न जाने मैं तो बस तेरी हुई दीवानी मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग मैं छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छुड़ाई घर बार मेरा ओ मखना छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना
DJ Van Hart. DJ Van Hart. तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। किया रे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे। समझ के भी ना समझ मैं सकूं सवेरों का मेरे तू सूरज लागे। तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया। दिल के नगर में शहर तू बसा ले पिया।
फीकी रुतों को रंग लगे, छूने से तेरे हाँ तेरे फीकी रुतों को रंग लगे, तेरी दिशा में क्यों चलने से मेरे पैरों को पंख लगे, रहा ना मेरे काम का जग सारा, हो बस तेरे नाम से ही गुजारा, उलझ के यूं ना सुलझ न सकूं, जुबानियाँ तेरी झूठी भी सच लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। बना ले पिया, अपना बना ले पिया, अपना बना ले मुझे, अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया, दिल के नगर में शहर तू बसा ले पिया, ओ सब कुछ मेरा चाहे, नाम अपने लिखा ले, बदले इतनी तो यारी निभा ले, जग की हिरासत से मुझको छुड़ा ले, अपना बना ले, बस अपना बना ले, अपना बना ले, अपना बना ले। പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ, പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ, ഈ ഏതൻ തോപ്പിലിരു തൂവൽ പോലെ അലയേ, നീ തേടും തേൻ കനിയിലൂറും കുഞ്ഞു മധുരം, ഇണനീയും ഞാനും പുതുകൂടും ചൂടും ഋതുമാറും നേരം കൺമണി, പെൺപൂവേ കണ്ണിൽ മഴ തോർന്നുവോ, പൊൻസൂര്യൻ കണ്ണേ കണിയാകയോ. ഒരു സ്വർണ്ണമീനുള്ളിൽ തിരതുള്ളും പോലെന്റെ പ്രിയനെ കനവോ നമ്മൾ ഒരു കുഞ്ഞിപ്രാവുള്ളിൽ കുറുകുമ്പോൾ ഈ നെഞ്ചിൽ നിറയാൻ ഒഴുകാനവൾതോ മധുവോ, ഉയിരാകെ ഉയിരാകെ നീയേ ഉടലേൽക്കും പൂവേ, ഇമതെല്ലും മാറാതെ ഞാനേ, പെൺപൂവേ കണ്ണിൽ മഴ തോ